ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സെറ്റ് ആൻഡ് പേപ്പർ. ഇന്ന് നിങ്ങളെ എംബ്രോയ്ഡറി പഠിപ്പിക്കാൻ പോകുന്ന എൻ്റെ പൊന്നുമണിയാണ് കേട്ടോ. അവൾ ചെയ്ത വർക്കാണ്. അവൾ ഓൾറെഡി ഇത്ര ഫ്ലവേഴ്സ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് അവൾ പറഞ്ഞു തരും. അവൾ ജസ്റ്റ് കാണിക്കുന്നു, ഞാനായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. ഈ ഫ്ലവേഴ്സ് ആണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി. നിങ്ങൾക്ക് സാരിയിലോ ടോപ്പേലോ ചുരിദാറിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ചെയ്യാം. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മുടെ തുണിയിൽ ഇതുപോലെ വരയ്ക്കണം കേട്ടോ. നമ്മളൊരു ഫ്ലവറിനുള്ള വര വരയ്ക്കുക. അതേ കൂടി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയ 2 വര വരയ്ക്കുന്നു കണ്ടോ. അതിനുശേഷം മുകളിൽ ഇതുപോലെ വളച്ച്, അതുപോലെ തന്നെ താഴെയും 3 എണ്ണം വരയ്ക്കും കണ്ടോ. ഒരു വട്ടത്തിനകത്താക്കുന്ന പോലെ, പക്ഷേ വട്ടം കംപ്ലീറ്റ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കണ്ടോ. വീണ്ടും അതിലും കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു 3 എണ്ണം ഇങ്ങനെ വരയ്ക്കുമ്പോഴേക്ക് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് അവസാനം നിൽക്കും. ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വന്ന് നിൽക്കും. അപ്പോൾ അതൊരു ഫ്ലവർ ഫോമാവും. ഇതിൽ വലുതുണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, ഇങ്ങനെ 3 വര നിങ്ങൾ അങ്ങനെ വരച്ച് കഴിയുമ്പം അത് കംപ്ലീറ്റ് ആവും. അതിൽ കൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ അല്ലേ? എത്ര സ്പിന്നാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നൂലയിൽ കണ്ടോ. ആദ്യത്തെ ആ 2 എണ്ണം നമ്മൾ 7 സ്പിൻ ചെയ്യും. എന്ന് വെച്ചാൽ സൂചിയിലോട്ട് നൂല് 7 പ്രാവശ്യം ചുറ്റും. രണ്ടാമത്തെ വര എന്ന് പറയുമ്പോൾ നമ്മൾ 12 സ്പിന്നാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 12 പ്രാവശ്യം ചുറ്റുന്നുണ്ട്. മൂന്നാമത്തെയാണ് ഏറ്റവും വലുത്. അതിലേക്ക് നമ്മൾ 16 സ്പിന്ന് കേട്ടോ. 16 പ്രാവശ്യം നമ്മളിങ്ങനെ ചുറ്റിക്കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ തുണി ഫ്രെയിമിൽ ഉറപ്പിച്ചിട്ടുണ്ട്. താഴെ നൂലിന് കെട്ടിട്ടിട്ട് മുകളിലേക്ക് ഇതുപോലെ പൊക്കിയെടുക്കുക കണ്ടോ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ വര ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ആ ചെറിയ വര കേട്ടോ കണ്ടോ. എടുക്കുക, സൂചി പൊക്കിയെടുത്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഇതുപോലെ കയറ്റിയിട്ട് 7 സ്പിന്ന് ഇട്ട് കൊടുക്കുന്നത് കണ്ടോ. 7 സ്പിന്ന് എടുക്കുക. ആ നോട്ടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, ആ ചുറ്റലെ പിടിച്ചുകൊണ്ട് സൂചി ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് മുകളിലേക്ക് പൊക്കിയെടുക്കുക. കൈ എടുക്കരുത്, അതെ ആ സ്പിന്നിൽ നമ്മളിങ്ങനെ കൈ പിടിച്ചോണം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ അതിരിക്കും കണ്ടോ. നമുക്കിപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് തന്നെ താഴേക്ക് സൂചി ഇറക്കി കൊടുക്കുക. എന്നാലേ അത് ഫിറ്റായിട്ടിരിക്കത്തുള്ളൂ കണ്ടോ. സൂചി ഇപ്പം നന്നായിട്ട് ഫിറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് ഇതുപോലെ തന്നെ പൊക്കിയെടുത്തു കേട്ടോ. ആ സൈഡിൽ നിന്ന് നമ്മൾ പൊക്കി, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നായിരിക്കും ആ സൂചിയുടെ നേരെ പോയി അവിടുന്ന് പൊക്കിയെടുക്കുന്നത് കണ്ടോ. സൂചി പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. നൂല് പൊങ്ങി വന്നതിൽ നിന്ന് ഓപ്പോസിറ്റ് വേയിലായിരുന്നു അത് ചെന്നിരുന്നത്. എന്നിട്ട് അതിലേക്ക് വീണ്ടും 7 സ്പിന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതേ പിടിച്ചുകൊണ്ട് സൂചി മുകളിലേക്ക് പൊക്കിയെടുക്കുന്നു. നമ്മൾ ചെയ്ത ആ ട്വിസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കണം. വീണ്ടും അതിനെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം സൂചി താഴേക്ക് ഇറക്കി ആ കണ്ടോ ആ നോട്ടിനെ ഭംഗിയായിട്ട് തന്നെ നിർത്തുന്നു. വീണ്ടും സൂചി പൊക്കുന്നു. ഇനിയിപ്പോൾ നമ്മുടെ 3 എണ്ണം കുറച്ചുകൂടെ വലുതാണ് വട്ടത്തിൽ നിൽക്കേണ്ടത്. അതും നമ്മൾ സൂചി പൊക്കിയെടുക്കുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കേട്ടോ. ഒരറ്റത്ത് നൂല് പൊങ്ങി ഇപ്പുറത്തെ അറ്റത്തുനിന്ന് വേണം ഇതുപോലെ സൂചി കയറ്റി. സൂചി മൊത്തത്തിൽ ഇറക്കരുത്, അത് സൂചിയെ പിടിച്ചുകൊണ്ട് ഒരു കൈ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് സ്പിൻ ചെയ്യുക. ഓക്കെ കണ്ടല്ലോ. 12 സ്പിന്നാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. സൂചി കംപ്ലീറ്റ്ലി പൊക്കിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ സൂചി പൊക്കി മുകളിലേക്ക് എടുക്കുന്നത്. നേരത്തെ ചെയ്ത അതേ മോഡലിൽ തന്നെ എപ്പോഴും നമ്മൾ എടുക്കുമ്പോഴേക്കും നമ്മൾ സ്പിൻ ചെയ്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എന്നാലേ നല്ല ഭംഗിയുള്ള നമുക്ക് ആ സ്പിന്ന് കിട്ടത്തുള്ളൂ കണ്ടോ. നല്ല ഭംഗിയായിട്ടപ്പോൾ ഇരിക്കും. ഇതേണ്ട ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് 2 എണ്ണം കൂടെ 12 സ്പിന്നിൻ്റെ ചെയ്യാനുണ്ട്, ചുറ്റും ചെയ്യാനുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവും കണ്ടോ. എളുപ്പമല്ലേ? പറഞ്ഞാൽ മനസ്സിലായല്ലോ. നിങ്ങൾ കുറച്ച് ട്രയൽ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ ഓർക്കും ഭയങ്കര ഈസിയാണ്. പക്ഷേ ആ ഓരോന്നും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് നമ്മളെ ബെറ്റർ ആക്കും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഓരോന്നും ചെയ്ത് പഠിച്ച് ചീത്ത തുണിയിൽ ആദ്യം ചെയ്തു പോവാം. നിങ്ങളൊരു ഫ്ലവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇതുപോലെ തന്നെയാണ് ഈ ഫ്ലവേഴ്സ് മുഴുവൻ ചെയ്യുന്നത്. നമ്മൾ ആ വരയ്ക്കാനുള്ള വിധം മറക്കാതെ ആ വരയ്ക്കാൻ ആദ്യം എങ്ങനെയായിരുന്നു എന്നും ചിന്തിക്കുക. എത്ര സ്പിൻ വീതമാണ് നമ്മൾ ചെയ്തതെന്നും നിങ്ങൾ ചിന്തിക്കുക. അത്രമാത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾക്ക് ഭംഗിയായിട്ട് തന്നെ ഇത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ സാരിയിലും ഉടുപ്പയിലോ ടോപ്പയിലോ എവിടെ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ കണ്ടോ. മനസ്സിലായോ? ഈസിയല്ലേ? എത്ര ഭംഗിയായിട്ട് അത് വരുന്നതെന്ന് നോക്കിക്കേ. ബ്യൂട്ടിഫുള്ളാണ്. ഇത് പറഞ്ഞു പോരും ഒന്നുമില്ല. എന്നാ രസമല്ലേ കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഈസി ആയിട്ട് പൊന്നു ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ അവധിയല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം അവൾക്കും ഒരു ടൈം പാസ് ഉണ്ട്. അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ, എന്തെങ്കിലും ടി വി പരിപാടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഇരുന്ന് ചെയ്യുവാണെങ്കിൽ ചെയ്യും. എനിക്കത് ക്യാമറ സെറ്റ് ചെയ്ത് അവൾ എടുത്തു തന്നു. പിന്നെ എനിക്ക് എളുപ്പമുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. ഒക്കെ പറയാനുള്ള ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അമ്മ അതൊക്കെ ചെയ്തോളാൻ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ 16 സ്പിന്നാണ് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ഔട്ടർ ലെയർ കേട്ടോ. 16 സ്പിൻ ഇതുപോലെ കൊടുക്കുക. കൈ നിറയുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നീഡിലെ നിറഞ്ഞു വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് താഴേക്ക് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടോ നല്ല ഭംഗിയായിട്ട് ചെയ്യാം. അപ്പോൾ സുന്ദരമായിട്ട് അത് ചെയ്യുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടോ താഴോട്ട് കുത്തിയിറക്കുക. ഓരോ പ്രാവശ്യം നമ്മൾ പെറ്റൽ ചെയ്ത് വന്നതിന് ശേഷം താഴേക്ക് സൂചി ഇറക്കുമ്പോൾ അതിനെ അവളവിടെ സെക്യൂർ ചെയ്യുക കേട്ടോ. നമ്മൾ സെക്യൂർ ചെയ്യുന്നതാണ് കാണുന്നത്. എത്തേണ്ട ലാസ്റ്റ് ഇതാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്തു, വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ 16 സ്പിൻ കൊടുക്കുന്നു കണ്ടോ. ഇച്ചിരി കൂടെ ആകാനുണ്ട്. ഓക്കെ, നമ്മൾ മുകളിലേക്ക് പൊക്കിയെടുക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. കണ്ടോ ചെയ്തെടുത്തു. ആൻഡ് ദെൻ ഇപ്പോൾ സെക്യൂറായി. ഇനി വേണം നമ്മൾ സൂചി താഴേക്ക് ഇറക്കി കൊടുത്ത് അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ആ ഫ്ലവർ ഇവിടെ കൊണ്ട് ഫിനിഷ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വലിയ ഫ്ലവർ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ഇത്രത്തെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ അതിൻ്റെ ഇടയ്ക്ക് ഓരോ റൈൻ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ഉള്ളൂ. ഇത് എന്തായാലും ഒരു റഫ് തുണിയിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ഇഷ്ടമുള്ള ഡിസൈൻസിൻ്റെ ഇടയ്ക്ക് ഇനി ഫ്രഞ്ചിനോട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ചുമ്മാ ഇച്ചിരി ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വെച്ച് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു കാര്യമായിട്ട് കാണാം. അതുവരേക്കും ബൈ.